കശുവണ്ടി വ്യവസായത്തിലെ പ്രതിസന്ധി പരിഹാരത്തിനായി കശുവണ്ടി വ്യവസായികളുടെ സംയുക്ത സെമിനാർ നടന്നു. പ്രസ് ക്ലബ്ബ് ഹാളിൽ നടന്ന സെമിനാർ കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു. കശുവണ്ടി വ്യവസായം ഇന്നലെ ഇന്ന് നാളെ എന്ന വിഷയത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചത്. നവകേരള സദസ്സിനെ വരവേൽക്കുന്നതിനോടനുബന്ധിച്ചാണ് ഫെഡറേഷൻ ഓഫ് കാഷ്യൂ പ്രോസസേഴ്സ് ആൻഡ് എക്സ്പോർട്ടേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ കശുവണ്ടി വ്യവസായികൾ കാഷ്യൂ സെമിനാർ സംഘടിപ്പിച്ചത്. കശുവണ്ടി വ്യവസായത്തിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ വരുത്തേണ്ട നയപരമായ മാറ്റങ്ങളെ സംബന്ധിച്ചും സെമിനാർ ചർച്ച ചെയ്തു. സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകളുടെ നയങ്ങൾ ഈ വ്യവസായത്തിന്റെ നിലനിൽപ്പിന് ഏറ്റവും പ്രധാനമാണ്. വിയറ്റ്നാം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അവിടെ നിന്നുള്ള പരിപ്പ് കയറ്റുമതിക്ക് പരമാവധി സബ്സിഡി കൊടുക്കുന്നുണ്ട്. പരിപ്പ് കയറ്റുമതിക്ക് സബ്സിഡി കൊടുക്കുന്നുണ്ട്. പരിപ്പ് അവിടേക്ക് ഇറക്കുമതിയുടെ ചുങ്കം പരമാവധി ഉയർത്തുന്നു. അവിടെ 1 കിലോ പരിപ്പിന് കിട്ടുന്ന വിലയുടെ ഏതാണ്ട് 50% കൂടി അധികം ഈടാക്കിക്കൊണ്ടാണ് വിയറ്റ്നാമിലേക്ക് പരിപ്പ് ഇറക്കുമതി ചെയ്യുന്നത്. ഇവിടെ നമ്മൾ തോട്ടണ്ടി ഇറക്കുന്നതിന് ഒരു ടാക്സ് ഏർപ്പെടുത്തിയിരിക്കുന്ന ലോകത്തെ ഏക രാജ്യം ഇന്ത്യ രാജ്യമാണ്. കേരള സംസ്ഥാനം പ്രഖ്യാപിച്ചിരിക്കുന്നത് പോലെ ഒരു പ്രത്യേക സാമ്പത്തിക പാക്കേജ് കശുവണ്ടി മേഖലയ്ക്കായി പ്രഖ്യാപിക്കണമെന്നും ആവശ്യമുയർന്നു. തോട്ടണ്ടി ഇറക്കുമതിക്ക് കസ്റ്റംസിലെ സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ക്ലിയറൻസ് അനിവാര്യമാക്കിയതിനാൽ വളരെ സമയമെടുത്താണ് കസ്റ്റംസ് പോർട്ടലിൽ നിന്ന് തോട്ടണ്ടി ഇറക്കുമതിയുടെ ക്ലിയറൻസ് പ്രക്രിയ പൂർത്തീകരിക്കുന്നതെന്നും സെമിനാർ ചൂണ്ടിക്കാട്ടി. FCPI സെക്രട്ടറി മുഹമ്മദ് ഷാൻ വിഷയാവതരണം നടത്തി. FCPI വർക്കിംഗ് പ്രസിഡന്റ് സുജിൻ അധ്യക്ഷനായിരുന്നു. കാപെക്സ് ചെയർമാൻ ശിവശങ്കരപിള്ള, FCPI ജില്ലാ സെക്രട്ടറി മുഹമ്മദ് ഷാ, ട്രേഡ് യൂണിയൻ പ്രതിനിധികളായ CITU-വിന്റെ കെ രാജഗോപാൽ, AITUC-യുടെ ജി ബാബു, കാനറ ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്, യൂക്കോ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് പ്രതിനിധികളും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.